തേങ്ങ പിടിക്കുന്നത് തെങ്ങല്ലേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പു, അതായത് 2-3 ദിവസം മുന്നേ പുള്ളിക്കാരുടെ റൂമിൽ നിന്ന് ഇതേപോലെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അതിന് പുറകെയായിട്ട്, അതായത് ഇന്നലെ, അതായത് പുള്ളിക്കാരുടെ കൂടെ താമസിച്ച ആൺ സുഹൃത്ത് ഇപ്പോൾ ഇതേപോലെ മരിച്ച നിലയിൽ റൂമിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തായാലും നമുക്ക് അതിന് മുന്നോട്ട് നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. യുവതിയുടെ മരണത്തിൽ സന്തോഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് വിവരം. അമ്പിളി, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ഈ ചിന്നുപ്പാപ്പു എന്ന് വിളിക്കുന്ന വ്ളോഗർ രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വന്തം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത്. കൂട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇതാണ്. ഇനി ഞാൻ വേറൊരു ഇതും കൂടെ കാണിച്ചു തരാം. കാസർഗോഡ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്ത് സന്ദേശും മരിച്ച നിലയിൽ. മന്നിപ്പാടിയിലെ വീട്ടിൽ ഉച്ചയോടെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ആൺ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേര് സന്തോഷ് എന്നല്ല, അതായത് സന്ദേശ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? അതായത് പുള്ളിക്കാരി ഈ ചിന്നു പാപ്പുവിൻ്റെ എന്ന കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. പുള്ളിക്കാരി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. 19-ാം വയസ്സിലാണ് പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരി ഡിവോഴ്സ്ഡ് ആകുന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. ഡിവോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മാരേജ് ഇതേപോലെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞു, ഇതേപോലെ വേർപിരിഞ്ഞ് നിൽക്കുകയാണ് ഇവർ സെപ്പറേറ്റഡ് ആയി നിൽക്കുക. പക്ഷേ ഡിവോഴ്സിൻ്റെ ഉള്ള പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. ഇപ്പോഴും മറ്റേ പുള്ളിക്കാരൻ തന്നെയാണ് ഹസ്ബൻഡ്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യങ് ഏജ് ആയിട്ടുള്ള ടൈമിലാണ് പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞത്. ഏകദേശം 19 വയസ്സ് ആ പ്രായത്തിലാണ് പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കര രീതിയിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ നെഗറ്റീവായിട്ട്, അതായത് പുള്ളിക്കാരി ഇതേപോലെ മരിച്ചെന്നോ ആ ഒരു സിമ്പതി ഒന്നും ആൾക്കാർക്കില്ല. എന്തൊരു മെൻറ്റാലിറ്റി ആണെന്നറിയാൻ പാടില്ല. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും. അതായത് അവൾ ഇൻഫ്ലുവൻസർ അല്ലേ, അവൾക്ക് ഇതേപോലെ കണ്ടവാനും പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതേപോലത്തെ കാട്ടായങ്ങളൊക്കെ കാണിക്കുന്നത്? അത് ആ രീതിയിലാണ് സംസാരം. നിങ്ങൾക്ക് ഒരു കാര്യം പറയേണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്നതല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഇൻഫ്ലുവൻസർ, അതായത് ഇവർ ഇന്നത്തെ ഈ പുള്ളിക്കാരുടെ ചിന്നു പാപ്പുവിൻ്റെ മിക്ക റീൽസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും പുള്ളിക്കാരി നല്ല ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടായിരിക്കും പുള്ളിക്കാരി മിക്ക റീൽസ് വിടുന്നത്. ആ റീൽസ് ചിത്രീകരിച്ചു എന്ന് വെച്ചിട്ട്, ആ ടൈപ്പ് ഹാപ്പി ആയിട്ട് ഓരോ റീലും പോസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് പുള്ളിക്കാരുടെ ലൈഫിൽ അങ്ങനെ ആവണമെന്നില്ല. അതായത് നമ്മൾ റീലി പോസ്റ്റ് ചെയ്യുന്നത് തന്നെ, ഈ ചില കപ്പിൾസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ലൈഫ്. റീലല്ല റിയാലിറ്റി. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ഏകദേശം 2 ലക്ഷം അടുപ്പിച്ച് ഫോളോവേഴ്സ് പുള്ളിക്കാരിക്കുണ്ട്. അപ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻസൊക്കെ അത്യാവശ്യം പുള്ളിക്കാരിക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാവില്ല എന്തായാലും ഈ പരിപാടി ചെയ്തത്. പുള്ളിക്കാരിക്ക് വീട്ടിൽ നിന്ന് കുറേ പ്രഷർസും അങ്ങനെ ന്യൂസിൽ നിന്ന് കണ്ട റിപ്പോർട്ടും പോലീസ് പറഞ്ഞ റിപ്പോർട്ടും പ്രകാരം, അതായത് പുള്ളിക്കാരിക്ക് വീട്ടിൽ നിന്ന് കുറേ സമ്മർദ്ദവും അത് ഇതേപോലെയായിട്ട് കുറേ അടിപിടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് കേട്ടത്. അപ്പോൾ അതിനുള്ള ആ ഡീറ്റെയിൽസും കൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്ന്. ഹെൽനോസ് പാട്ട, അതായത് ഇതിനെക്കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പം ചിന്നു പാപ്പു ഈ പറയുന്ന എക്സ് ഹസ്ബൻഡുമായിട്ട് ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അവർ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 1.5 വർഷം എങ്ങാനായിട്ടാണ് ഈ സന്ദേശ് എന്ന് പറയുന്ന ആളുടെ കൂടെ ചിന്നു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് പോയി. മനസ്സിലായല്ലോ? അതായത് ഈ പുള്ളിക്കാരിയും, അതായത് ഈ ചിന്നു പാപ്പു എന്ന് പറഞ്ഞ പുള്ളിക്കാരും സന്ദേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരും ലിവിങ് റിലേഷനിലാണ്. ഈ ലിവിങ് റിലേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇവരുടെ ഈ റിലേഷനാണ് ഈ വീട്ടുകാർ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1.5 വർഷം 1 വർഷം അങ്ങനെ എന്തോ ആണ് ഇവരിപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിവോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസിലും അങ്ങനെ കുറേ ന്യൂസിലും പറഞ്ഞിരിക്കുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ഡിവോഴ്സ് ആയിട്ടില്ല. ഇപ്പോഴും മറ്റേ പുള്ളിക്കാരൻ തന്നെയാണ് ഹസ്ബൻഡ്. എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇങ്ങനെ ഇവരിപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. മെസ്സേജസുകൾ അയച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് ചില ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഏതാണെന്നൊക്കെയുള്ളത്. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ചിന്നു പാപ്പു കല്യാണം കഴിഞ്ഞ് താമസിച്ചിരുന്ന സെയിം വാടക വീട്ടിലാണ് ഈ പറയുന്ന ആൺ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന സന്ദേശ് എന്നാണ് തോന്നുന്നു പേര്, സന്ദേശുമായിട്ട് ഇപ്പം താമസിച്ചുകൊണ്ട് വരുന്നത്.
അപ്പോൾ അയൽവാസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചൊരു 4-5 ദിവസമായിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുകയാണ്. ഈ സന്ദേശിന്റെ വീട്ടുകാർ വന്ന് സ്ഥിരമായിട്ട് അവിടെ പ്രശ്നമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ബന്ധം, സന്ദേശിന്റെയും രേഷ്മയുടെയും ഈ ബന്ധം അവർക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി പിന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അയൽവാസികളും അല്ലെങ്കിൽ അവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞ സന്ദേശിനെ വളരെ നല്ല രീതിയിൽ ചോദ്യം. അതായത് ഇപ്പോൾ ഹെൽനോസ് പാട്ട പറഞ്ഞ പോലെ തന്നെ, അതായത് മറ്റേ രേഷ്മ എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ചിന്നു പാപ്പുവിൻ്റെ പുള്ളിക്കാരുടെ പേരാണ് രേഷ്മ എന്ന് പറഞ്ഞത്. പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ, അതായത് ഈ മറ്റേ പുള്ളിക്കാരൻ്റെ ലിവിങ് റിലേഷനിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ സന്ദേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ലിവിങ് റിലേഷനിൽ ആയിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇവർക്ക് താല്പര്യമില്ല. അതായത് ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് ഈ പുള്ളിക്കാരിയെ വലിയ പിടുത്തമില്ല. അപ്പോൾ ആ റിലേഷനിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് പക്ഷേ പറഞ്ഞിരിക്കുന്ന അയൽവക്കത്തുള്ള ഇതിന് അതൊക്കെ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതും പ്രഷറും ഇതൊന്നും താങ്ങാൻ വയ്യാണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി കടുങ്കൈ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി ഏകദേശം ഭയങ്കര ഒട്ടും മെച്യൂർഡായിരുന്നു. 19 വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഒന്നും പേരിന് എല്ലാവരും പറയും നമ്മൾ ലീഗലി ഇതായി പ്രായപൂർത്തിയായെന്ന് പറയും. പക്ഷേ 19 വയസ്സിലൊക്കെ എന്ത് മെച്യൂരിറ്റി ഉള്ള ആ പ്രായത്തിൽ നമ്മളൊന്നും ആ ഒരു പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടത്തിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായത് അതായത് ആ ഒരു ഇത് തിളപ്പ് മാറിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ലൈഫിലോട്ട് കടന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് മനസ്സിലായി പണി പാളിയെന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരി ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി. പുള്ളിക്കാരിക്ക് ഏകദേശം 4 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പുള്ളിക്കാരി വേറൊരു ലൈഫിലോട്ട് മൂവ് ഓൺ ചെയ്തു. ഇതേപോലത്തെ വേറെ പുള്ളിക്കാരിയുടെ സുഹൃത്താണ്. പുള്ളിക്കാരിയുടെ ഇതേപോലെ നല്ല രീതിയിൽ ഒരു ഏകദേശം 1.5 വർഷം, ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ 1.5 വർഷം അടുപ്പിച്ച് ഇതേപോലെ ലിവിങ് റിലേഷനിലായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അത് അവരുടേതായ രീതിയിൽ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് അപ്പുറത്തെ ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ പ്രഷർ ഈ പുള്ളിക്കാരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചിന്തിച്ചിട്ടുണ്ടാവും, അതായത് വേറെ എവിടെയും ഇനി മറ്റേ എക്സ് ഹസ്ബൻഡുമായിട്ട് എന്തായാലും പിരിഞ്ഞു. അതായത് ലൈഫ് സ്വന്തം വീട്ടുകാരും ഭയങ്കര എതിർപ്പിലാണ്. അപ്പോൾ ഇതേപോലെ ആ കൂടെ സപ്പോർട്ടായിരിക്കുന്ന ഒരു പയ്യനും ഇതേപോലെ ഇത് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി ഇത് ചെയ്തത്, ഈ കടുങ്കൈ ചെയ്തത്. നമുക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസിൽ കാണുന്ന കാര്യവും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യവും ഞാനിപ്പോൾ പറയുന്നതൊക്കെ വെറും ഊഹാപോഹമാണ്. അതായത് ഈ പറഞ്ഞ കാര്യം നമുക്കിപ്പോൾ അറിയുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഏകദേശം പറയുന്ന ഒരു ഊഹാപോഹം വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ നടന്ന പ്രശ്നം എന്താണെന്നറിയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് പേർക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ അത് രേഷ്മയ്ക്കായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സന്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനായിരിക്കും, ആ പയ്യനായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർക്ക്. ഇവർക്ക് 3 പേര് അല്ലാണ്ട് വേറെ ആർക്കും ഇനി ശരിക്കും യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളിക്കാരി മരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരി മറ്റേ പുള്ളിക്കാരൻ മെൻ്റലി നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പുള്ളിക്കാരി ഇഷ്ടമായിരുന്നു. പിന്നെ ഇവർ ഈ കപ്പിൾസ് ആവുന്ന സമയത്ത്, നമ്മൾ ഈ ഒരു കപ്പിൾസ് ആവുന്ന സമയത്ത് ആ ഒരു കപ്പിൾസിൽ ഉണ്ടാവുന്ന ചെറിയ അടിപിടിയും ഒക്കെ എല്ലാ ഇതിലും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കോമൺ ആണ്. ആ ഒരു അടിപിടി എന്ന് വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പുള്ളിക്കാരൻ ഇതേ സമയത്ത് പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഫോണും ഇതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പുള്ളിക്കാരനെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ ഇതിന് ശേഷം എന്താ കാരണം എന്ന രീതിയിലാണ് ക്ലോസ് ആയിട്ടുള്ളത് ഈ പുള്ളിക്കാരനാണല്ലോ. അതുകൊണ്ട് ഈ പുള്ളിക്കാരനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരനും ആ ഒരു മെൻ്റൽ പ്രഷറിൽ കൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇന്നലെയാണ് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഇതേപോലെ കടുങ്കൈ ചെയ്തത്. എന്നാലും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ്, അതായത് ഇവരുടെ ഈ ഓരോ കാര്യത്തിലും വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ്. അതായത് ഈ പുള്ളിക്കാരിക്ക് സോഷ്യൽ മീഡിയയിൽ ആദ്യം ഉണ്ടായിരുന്നത് ഏകദേശം 2,09,000 അത്ര സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2,20,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സായി. അത് എന്ത് മെൻറ്റാലിറ്റിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഒരു മരിച്ച ആളെ അത് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമോ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണോ ഇതേപോലത്തെ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണ്, ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് വെച്ചിട്ട് അവർക്ക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര തെറ്റായുള്ള കാര്യം തന്നെയാണ്. കുറേ നെഗറ്റീവ് കമൻറ്റ്സ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഇനി ശരിക്കും പറഞ്ഞ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു വെച്ചോ, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം 0, അതായത് ഒന്നും തരത്തില്ല. അതായത് നമ്മുടെ വ്യൂസ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ സെയിം വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു. ഈ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു എനിക്ക് ഏകദേശം 100 അല്ലെങ്കിൽ 200 മില്യൺ അടിച്ചെന്ന് വിചാരിക്കുക. 200 മില്യൺ ഭയങ്കര വൈറലായെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം എനിക്ക് തരാൻ പോകുന്ന പൈസ 0 ആണ്. ഇൻസ്റ്റാഗ്രാം വ്യൂസിന് പൈസ തരത്തില്ല, ഒന്നും തരത്തില്ല. ഇൻസ്റ്റാഗ്രാം ശരിക്കും പറഞ്ഞാൽ 0 ആണ്.
വ്യൂസിന് പൈസ ഇല്ലാത്തൊരു ഡെഡ് പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമുക്കെങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പൈസ ഉണ്ടാകുന്നത് വെച്ചാൽ ഇതേപോലെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ബ്രാൻഡ്സ്, അതായത് എൻ്റെ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ഒരു വീഡിയോ ചെയ്യുമോ, അപ്പോൾ നമ്മൾ ആ ബ്രാൻഡ്സിൻ്റെ ഇതേപോലെ പൈസയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ ബേസ് ആയിട്ട് മേടിക്കും. അങ്ങനെ ബ്രാൻഡ്സ് വന്നാൽ മാത്രമേ, ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വന്നാൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ റീൽസിൽ കൂടെ ആഡ്സ് ഓൺ റീൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതില്ല. ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാമിൽ അതില്ല. ശരിക്കും പറഞ്ഞാൽ US, UK അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വ്യൂസിന് പൈസ കിട്ടും. ആഡ്സ് ഓൺ റീൽസ് എന്നാണ് പറഞ്ഞാൽ അതിന് ആ ഓപ്ഷനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബിലും ഫേസ്ബുക്കിലും പറഞ്ഞ പോലത്തെ ആ ഐറ്റം ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും ഇതേപോലെ ഭയങ്കര ഒരു കോടീശ്വരന്മാരാന്ന് പറയുന്നത്, ഒരു 100 മില്യൺ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോടീശ്വരന്മാരാണെന്ന് വിചാരിക്കുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. അവർക്കും അത് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണ് ഇതേപോലത്തെ പരിപാടി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതേപോലെ ഫാമിലി ഇഷ്യൂസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതായത് ചെറിയൊരു ബേസിക് ഒരു സെൻസ് വെക്കണം. അതായത് മരിച്ച ഒരു വ്യക്തിയാണ്, ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് വെച്ചിട്ട് ഭയങ്കര അത്രയ്ക്ക് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ മാത്രം പുള്ളിക്കാർ കാര്യമായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ കേസ്, ഈ പുള്ളിക്കാരി കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേ സമയത്ത് പുള്ളിക്കാരി പെട്ടെന്ന് വേർപിരിഞ്ഞതിൻ്റെ അത്രയും ആ ഒരു ഷോക്കിലായിരിക്കും ഈ പുള്ളിക്കാരൻ ഇതേപോലൊരു കടുംകൈ ചെയ്തത്. നമുക്കറിയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഇവരുടെ വീട്ടുകാരെ ചോദ്യം ചെയ്താൽ, അത് ഈ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഈ വീട്ടുകാരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇവരെ എന്ന് ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. താമസം, വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയതിൽ എന്ന ചിന്നു പപ്പുവിനെ ഉഡ്ലു ആസാദ് നഗറിലെ വാർഡൻ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒപ്പമായിരുന്നു താമസം, വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയതിനു ശേഷം ആൺസുഹൃത്തിനോടൊപ്പമാണ് ഈ കുഡ്ലുവിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. ഇത് കാരണം ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിന് ശേഷം സമൂഹ മാധ്യമത്തിൽ ഈ ആൺസുഹൃത്തിനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനുള്ള മാനസികമായ ആഘാതമാവാം ഇങ്ങനെ സ്വയം ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് ഈ ആൺസുഹൃത്തിന്റെ സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരൻ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ കാരണമാണ് ഇതേപോലത്തെ കടുംകൈ ചെയ്തെന്ന രീതിയിലായിരുന്നു കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടിരുന്നത്. അതേപോലെ പുള്ളിക്കാരൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കും അത് ഇതേപോലത്തെ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയപ്പോൾ പുള്ളിക്കാർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവർ ലിവിങ് ടുഗെദർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ന്യൂസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഹെലനോസ് പാട്ടയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ടില്ല. അത് ഇവർ സെപ്പറേറ്റഡ് ആണ്. പക്ഷേ ഡിവോഴ്സ് ആവാനുള്ള പേപ്പർ ലീഗലി ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇപ്പോഴും മറ്റേ പുള്ളിക്കാരൻ്റെ ഭാര്യ തന്നെയാണ്. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവർക്കൊരു കൊച്ചുണ്ട്, 4 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഒരു സൈബർ അറ്റാക്ക് കൊണ്ട് തന്നെയായിരിക്കും പുള്ളിക്കാരൻ ഈ ഒരു ചിന്ത വരാനുള്ള കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ നോർമലി ഇവർ ലിവിങ് റിലേഷനിലാണ്. ഇതേ സമയത്ത് ഇതേപോലെ പുള്ളിക്കാരൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു പെങ്കൊച്ച് ഇതേപോലെ മരിക്കുന്ന നിലയിൽ കണ്ടെത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പോലീസുകാർ ഈ പുള്ളിക്കാരനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. ചോദ്യം ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ ഫോൺ ഇതേപോലെ പിടിച്ചു വെച്ചിട്ട് ആ ചെക്കിങ് ചെയ്യുന്ന രീതിയിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നാട്ടുകാരാണ് പറഞ്ഞത് ഇതേപോലെ ഇവരുടെ ഈ പുള്ളിക്കാരൻ്റെ വീട്ടുകാർ ഇതേപോലെ പല തവണയായിട്ടും ഇതേപോലെ ബഹളം ഉണ്ടാക്കാൻ, ഇത് മരിച്ചതിൻ്റെ തൊട്ട് 1-2 ദിവസം മുന്നേ, 2-3 ദിവസം മുന്നേ ഇതേപോലെ വഴക്കുണ്ടായിട്ടുണ്ടെന്ന് അയൽവക്കക്കാർ പറഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ കൂടെ 2 പേർക്കേ ഉള്ളൂ. അതായത് ഒന്ന് മറ്റേ ഈ രേഷ്മ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, പിന്നെ മറ്റേ ഈ സുധീഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. ഇവർ 2 പേരും മരിച്ചുപോയി. പിന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവരുടെ വീട്ടുകാർക്ക്, അതായത് സുധീഷിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ രേഷ്മയുടെ വീട്ടുകാർക്ക് മാത്രമേ ഇനി എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് നിങ്ങൾ ഇതേപോലത്തെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. പിന്നെ നമ്മൾ ഒരാളുടെ സൈഡിൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, അതായത് ഒരു കോയിൻ എപ്പോഴും 2 സൈഡ് ഉണ്ടാവും. ആ ഒരു ഇത് ചിന്തിച്ചിട്ട് വേണം നമ്മളെല്ലാ രീതിയിലും ഒരു സാധനം റിയാക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ജീവൻ പോകാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ സോഷ്യൽ മീഡിയ കിട്ടിയ നെഗറ്റീവ് ഈ ഒരു ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്നേഹിച്ചൊരു പെൺകൊച്ചിനെ കുറിച്ച്, അതായത് ഇതേപോലെ ഇവൻ കാരണമാണെന്ന് ഇങ്ങനെ പറഞ്ഞ ആ ഒരു കുറ്റബോധത്തിലായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ ചെയ്തത്. നമുക്കറിയാൻ പറ്റത്തില്ല കറക്റ്റ് റീസൺ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് ഈ ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ തെറ്റുണ്ട്. എന്താ സംഭവിച്ചത് നമുക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.